ഈ 2021 മെയ് മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് ക്ഷേമ പെൻഷനായിരുന്നു. ആ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് നൽകും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ 2.5 വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യം നമ്മളെടുത്ത് നോക്കുമ്പോൾ ക്ഷേമ പെൻഷൻ നൽകാതിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റൊട്ടേറെ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട പെൻഷൻ 4 മാസം 5 മാസമൊക്കെ ആയി കുടിശ്ശികയുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് KSRTCയിൽ നിന്നുള്ള 10,000-കണക്കിന് പെൻഷൻകാരുണ്ട്. ആ പെൻഷൻകാർക്ക് ഒക്കെ തന്നെ 5-6 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ KSRTCയുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ KSRTCയിൽ കഴിഞ്ഞ ഒരു 5-6-7 മാസക്കാലമായി 2 ഗഡുവായിട്ടാണ് അവരുടെ ശമ്പളം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ KSRTCയിലെ ജീവനക്കാർക്കൊക്കെ 2 ഗഡു പെൻഷൻ എന്ന് പറയുമ്പോൾ ഈ KSRTCയിലെ ജീവനക്കാരെ, ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ അനുഭവിക്കുന്ന ദുരിതം എന്നെ സംബന്ധിച്ചിടത്തോളം നേർ കാഴ്ചയാണ്. കാരണം ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഈ ബസ്സിലൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് സാധാരണ രീതിയിൽ യാത്ര ചെയ്യാറ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും ഒക്കെ ദുരിതം കണ്ടാൽ നമുക്ക് സഹിക്കില്ല. ഇപ്പോൾ വനിതാ കണ്ടക്ടർമാർ, ഇപ്പം ഞാൻ ഒരിക്കൽ രാവിലെ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് ബസ്സിൽ കയറി ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഈ ശ്രീകാര്യത്തേക്ക് പോകുമ്പോൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിക്ക് ജോലിക്ക് കയറുന്ന വനിതാ കണ്ടക്ടറെ കണ്ടിട്ടുണ്ട് ഞാൻ. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് രാത്രി 8 മണി 9 മണിയൊക്കെ ആവും എന്നാണ് പറയുന്നത്. അവർ ആ ബസ്സിലൊക്കെ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ കാണണം. അവർക്ക് മാസങ്ങളായി 2 ഗഡുവാണ് അവർക്ക് 2 ഗഡുവായിട്ടാണ് അവരുടെ ശമ്പളം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മറിയക്കുട്ടി ചേച്ചിയുടെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അവർ പിച്ചച്ചട്ടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഒരു 90 വയസ്സുകാരി റോഡിലിരുന്ന് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ പെൻഷൻ കിട്ടാതെ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി എത്ര ഗുരുതരമാണ്, എത്ര ദയനീയമാണ് ധനകാര്യസ്ഥിതിയുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണക്ക് വന്നിരുന്നു. ലോക്സഭയിൽ വന്ന കണക്ക് പ്രകാരം 2024 ജനുവരി ആകുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ കടം 4,29,000 കോടി രൂപയാണ്. ഇത് 2016 1,62,000 ആയിരുന്നു കേരളത്തിൻ്റെ കടം. അതിപ്പോൾ 4,29,000 വർദ്ധിച്ചിരിക്കുന്നു. അപ്പം പ്രതിശീർഷ കടമെന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയിലധികം, 1.5 ലക്ഷം രൂപയാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഡെറ്റ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അതായത് ഇന്ന് ജനിക്കുന്ന കുട്ടി മുതൽ നാളെ ജനിക്കുന്ന വയോവൃദ്ധൻ വരെയുള്ളവരുടെ തലയ്ക്ക് മുകളിലുള്ള പ്രതിശീർഷ കടം ഏതാണ്ട് 1.5 ലക്ഷം രൂപയിലധികം എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രേഖ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനകാര്യസ്ഥിതി മോശമായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് റവന്യൂ കമ്മിയുടെ കാര്യത്തിലാകട്ടെ, ധനക്കമ്മിയുടെ കാര്യത്തിലാകട്ടെ ഒക്കെ തന്നെ മൊത്തം ഓൾ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ മോശമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇപ്പം ഈ മൂലധന ചെലവുണ്ട്. മൂലധന ചെലവെന്ന് പറയുന്നത് കേരളത്തിലെ 1.1% കേരളത്തിലെ മൂലധന ചെലവെങ്കിൽ അത് ഓൾ സ്റ്റേറ്റ് ആവറേജ് 2.8%. ഇപ്പോൾ 2.8% അഖിലേന്ത്യാ തലത്തിൽ അതിൻ്റെ ശരാശരിയെങ്കിൽ മൂലധന ചെലവ് 1.1%. അപ്പോൾ എല്ലാ സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാലും ഏറ്റവും താഴെ 29 സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നു റവന്യൂ കമ്മിയുള്ള 3 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതായത് കേരളം, പഞ്ചാബ്, രാജസ്ഥാൻ, ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി ഉള്ളത്. അപ്പോൾ ഏറ്റവും ദയനീയമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ്. അതേസമയം തന്നെ കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ചെലവിൻ്റെ ഏതാണ്ടൊരു 82% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള വേറൊരവസ്ഥ. അതായത് ശമ്പളം, പെൻഷൻ എന്നിവയ്ക്ക്
കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ മൊത്തം പിന്നെ ചെലവിൻ്റെ ഏതാണ്ട് ഒരു 82% തുകയും. അപ്പോൾ 82% തുകയും കമ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി 17% തുകയാണ് മറ്റു കാര്യങ്ങൾക്കുള്ളത്. മറുഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ കടത്തിൻ്റെ അളവ് അതിഭീകരമായിട്ട് വർദ്ധിക്കുന്നു. 4,29,000 കോടി രൂപയായിട്ട് കടത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായും ഇതുപോലെയുള്ള ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള കുറവ് പിന്നെ കേരളത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൻ്റെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണണം. ഞാനൊരു കണക്ക് പ്രകാരം നോക്കിയപ്പോൾ കേരളത്തിലെ സ്വർണ്ണ മേഖലയിൽ നിന്ന് മാത്രം ഒരു വർഷം ഏതാണ്ട് ഒരു 5,000 കോടി രൂപയോളം പിരിക്കാവുന്ന സാഹചര്യത്തിൽ 500 കോടി രൂപയാണ് നമ്മൾ സ്വർണ്ണത്തിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ ചെലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ പോവുക, അതുപോലെ തന്നെ വരുമാനം പിരിക്കുന്നതിലുള്ള അനാസ്ഥ ഉണ്ടാവുക, നമ്മുടെ ചെലവിൽ തന്നെ വലിയ ശതമാനം പെൻഷനും പിന്നെ ശമ്പളത്തിനുമായി പോവുക, ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് അതിഭീകരമായിട്ടുള്ള ധൂർത്ത്. ഇപ്പം കേരളീയം എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ പിന്നെ ചെലവഴിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭവനമായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ അനന്തമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2016 ആരംഭിച്ച ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2024 അവസാനിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് നോക്കിയപ്പോഴത്തേക്കും 2021 മാത്രം 2,19,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ക്ലിഫ് ഹൗസിൽ നടന്നിട്ടുള്ളത്. കർട്ടന് വേണ്ടിയിട്ട് 7 കോടി രൂപ 7 ലക്ഷം രൂപ ചെലവഴിച്ചതിനെ കുറിച്ചിട്ട് കെ രമ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതായത് ക്ലിഫ് ഹൗസിനകത്തേക്ക് മരങ്ങൾ പിന്നെ പടർന്നു കയറുന്നത് വെട്ടിമാറ്റാൻ വേണ്ടി മാത്രം 1,77,000 രൂപ ചെലവഴിച്ചു എന്നാണ്. ക്ലിഫ് ഹൗസിനകത്ത് റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി 13 ലക്ഷം ചെലവഴിക്കുന്നു. ജനറേറ്ററിന് വേണ്ടി 5 ലക്ഷം ചെലവഴിക്കുന്നു. പിന്നെ ഈ ചാണകക്കുഴിക്ക് 3,25 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെയുള്ള ചെലവ്, അതിഭീകരമായിട്ടുള്ള ധൂർത്ത്, കിട്ടുന്ന ചെലവിൽ നല്ല ശതമാനവും പെൻഷനും പിന്നെ ശമ്പളത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കൽ, ഇതിൻ്റെയൊക്കെ ഭാഗമായി അതിഭീകരമായിട്ടുള്ള പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മൾ ചെന്ന് പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ദരിദ്രനാരായണന്മാർക്ക് കൊടുക്കേണ്ട പെൻഷൻ പോലും 5 മാസക്കാലത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയമായിട്ടുള്ള ഒരു സാമ്പത്തിക കാലാവസ്ഥയിലേക്ക് സംസ്ഥാനം ചെന്ന് കൂപ്പുകുത്തിയിരിക്കുകയാണ് എന്നാണ് ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.